ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ, പ്രത്യേകിച്ച് ഡയബറ്റീസുകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ദോശയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് വേണ്ടത് 200 ഗ്രാം ഉഴുന്നുപരിപ്പ്, 200 ഗ്രാം മൂംഗ് ദാൽ, 1 ടീസ്പൂൺ ചന ദാൽ, 1 ടീസ്പൂൺ ഫെനുഗ്രീക്ക്. നമുക്ക് 3 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ 400 ഗ്രാം റാഗി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്റർ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇതായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾക്കത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ രാത്രി ഒരു 10 മണിക്ക് കലക്കി വെച്ചാൽ നേരം വെളുക്കുമ്പോൾ ശരിക്കും അത് ഫെർമെൻ്റായിട്ട് കിട്ടും. നമ്മളിത് കലക്കി വയ്ക്കുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി അത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ നമുക്കത് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ നമ്മൾ കലക്കി വെച്ച ബാറ്റർ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉപ്പിട്ടിട്ട് നമുക്ക് ദോശയായിട്ട് കോരി വീഴ്ത്താം. ഞാനിപ്പോൾ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അത് എടുക്കാം. നമുക്കൊരു ദോശ മസാല ഇട്ടിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ മസാല ഉണ്ടാകുമ്പോൾ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ഞാൻ ഈ ദോശയിൽ മസാല വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ തരത്തിൽ ഒരു കോൺ ദോശയായിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോൺ ദോശ മസാലയൊക്കെ കൂട്ടി കഴിക്കുന്നവർക്ക് മസാല ഇട്ടിട്ട് നമ്മളത് കോൺ ദോശ പോലെ ആക്കിയിട്ടുണ്ട്. നമുക്കത് ചട്നി സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാം.